ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റേസ് അറൗണ്ട് കണ്ടീഷനെ കുറിച്ചാണ്. റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണ്? ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളിലെ റേസ് അറൗണ്ട് കണ്ടീഷൻ. റേസ് അറൗണ്ട് കണ്ടീഷൻ നോർമലി ഉള്ളത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അപ്പോൾ എന്താണ് റേസ് അറൗണ്ട് കണ്ടീഷൻ? ഇപ്പം റേസ് അറൗണ്ട് കണ്ടീഷൻ ഉള്ളത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്? JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതും JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ J = 1 K = 1 എന്നുള്ള കണ്ടീഷനിലാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്? അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ തരാം. അതായത് ഞാനിപ്പോൾ എടുക്കുന്നത്, നമുക്കറിയാം, ഞാനിപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ വരയ്ക്കുകയാണ്. ഇതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പാണെന്ന് വിചാരിക്കുക. JK എന്ന് പറഞ്ഞ ഇൻപുട്ട്സ്, ക്ലോക്ക് JK എന്ന് പറഞ്ഞ ഇൻപുട്ട്സ്, ഔട്ട്പുട്ട് Q ബാർ എന്ന് പറഞ്ഞ ഔട്ട്പുട്ട്സ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? നമ്മൾ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അകത്ത് എന്താണ്, ഇറ്റ് ഈസ് എ നാൻഡ് ബേസ്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലെങ്കിൽ NOR ബേസ്ഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ഇതിനുള്ളിൽ ആക്ച്വലി എന്താ ഉള്ളത്? ഗേറ്റുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നാൻഡ് ഗേറ്റ് ഒക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രൊപ്പഗേഷൻ ഡിലേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 1 0 എന്നുള്ള ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് എന്താണ്? 1, Q ബാർ എന്ന് പറയുന്നത് 0 അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്തിട്ട് ഈ ഔട്ട്പുട്ട് 1 കിട്ടണമെങ്കിൽ ദർ ഇസ് എ പ്രൊപ്പഗേഷൻ ഡിലേ അല്ലേ? ആ പ്രൊപ്പഗേഷൻ ഡിലേ ഞാൻ X എന്ന് എടുക്കുമെന്ന് വിചാരിച്ചു. ആ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് X അല്ലെങ്കിൽ ΔT എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗേഷൻ ഡിലേ എടുക്കുമെന്ന് വിചാരിക്കുക. ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കാരണം എന്ത് ചേഞ്ചസ് ഉണ്ടാകും? വെൻ J = 1 ആൻഡ് K = 1. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആ ഒരു പ്രൊപ്പഗേഷൻ ഡിലേയുടെ സിഗ്നിഫിക്കൻസ് അതാണ് J = 1 K = 1 കേസിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ആൻ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നത് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്? ഇറ്റ്സ് എ ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ J = K = 1. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നത് എവിടെയാണ്? JK ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ്. ഇങ്ങനത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ, ലെവൽ ട്രിഗേർഡ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. അതേപോലെ തന്നെ J = 1, അതേപോലെ തന്നെ K = 1. ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നത്. അപ്പോൾ ഈ റേസ് അറൗണ്ട് കണ്ടീഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു ക്ലോക്ക് പൾസ് എടുത്തു. അപ്പം ക്ലോക്ക് പൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു 4 മില്ലി സെക്കൻഡിൻ്റെ ഒരു ക്ലോക്ക് പൾസാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 4 മില്ലി സെക്കൻഡിൻ്റെ ക്ലോക്ക് പൾസ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇപ്പം ഞാനിപ്പോൾ 4 മില്ലി സെക്കൻഡിൻ്റെ ക്ലോക്ക് പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരയ്ക്കുകയാണ്. 4 മില്ലി സെക്കൻഡിൻ്റെ ക്ലോക്ക് പൾസ്. നമ്മളൊരു പൾസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ മീനിങ്, ഈ 4 മില്ലി സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 4 മില്ലി സെക്കൻഡാണ്. അപ്പം ഇത് 2 മില്ലി സെക്കൻഡ്, അതേപോലെ തന്നെ ഇത് 2 മില്ലി സെക്കൻഡ്, ഇത് 2 മില്ലി സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഓൺ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 2 മില്ലി സെക്കൻഡ്. അപ്പോൾ T-on = 2 മില്ലി സെക്കൻഡ്. ഓക്കെ, അതേപോലെ തന്നെ പ്രൊപ്പഗേഷൻ ഡിലേ കോൺസ്റ്റന്റ് എന്ന് വിചാരിച്ചു. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് എല്ലാ കേസിലും പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ΔT എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 1 മില്ലി സെക്കൻഡ് എന്നൊരു പ്രൊപ്പഗേഷൻ ഡിലേ നിങ്ങൾ എടുക്കുവാണ്. പക്ഷേ ഫസ്റ്റ് കേസിന് എടുത്തിരിക്കുന്നത് എന്താണ്? ടോട്ടൽ 4 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ ഓൺ ടൈം 2 മില്ലി സെക്കൻഡ് ഉള്ള ഒരു വേവ്. അതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, സെക്കൻഡ് കേസിൽ എന്ത് കറക്റ്റാണ്? ΔT എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. ഓക്കെ, ദെൻ T-on = 3 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും? അത് 6 മില്ലി സെക്കൻഡ് ആയിരിക്കും അതിൻ്റെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 മില്ലി സെക്കൻഡ് ഉള്ള ഒരു വേവ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? 3 മില്ലി സെക്കൻഡ്, ഇതും 3 മില്ലി സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര മില്ലി സെക്കൻഡ് ആണ്? 6 മില്ലി സെക്കൻഡ് ഉള്ളൊരു വേവ് കൺസിഡർ ചെയ്യുക.
ഓക്കെ, ഫസ്റ്റ് കണ്ടീഷനിൽ എന്താണ് ഡെൽറ്റ ടി 1 മില്ലി സെക്കൻഡ്, സെക്കൻഡ് കണ്ടീഷനിലും ഡെൽറ്റ ടി 1 മില്ലി സെക്കൻഡ്, ദെൻ ഓൺ ടൈം എത്രയാണ് 2 മില്ലി സെക്കൻഡ്, ഇവിടെ 3 മില്ലി സെക്കൻഡ്. ഈ രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഈ രണ്ട് കേസസ് നമ്മൾ പരിശോധിക്കാൻ പോകും. എങ്ങനെയാണ് ജെ ഈസ് ഈക്വൽ ടു 1 കെ ഈസ് ഈക്വൽ ടു 1 എന്താണ് അവിടെ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ സ്പേസ് പോരാഞ്ഞിട്ടാണ്, അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒന്നാമത്തെ കേസ് എന്തായിരുന്നു, ഡെൽറ്റ ടി അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ എത്രയായിരുന്നു 1 മില്ലി സെക്കൻഡ്. ദെൻ ടി ഓൺ എത്രയായിരുന്നു, ടി ഓൺ ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ടി ഓൺ ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് വരയ്ക്കുകയാണ്, ക്ലോക്ക് വരയ്ക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ക്ലോക്ക് വരച്ചു, കുറച്ചും കൂടെ വലുതായിട്ട് ഞാൻ വരച്ചു, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് എളുപ്പം വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ക്ലോക്ക് പൾസ് മാത്രം ഞാനിപ്പോൾ കാണിക്കുകയാണ്. ഒരു ക്ലോക്ക് പൾസ് മാത്രം നമുക്കിവിടെ എടുത്താൽ മതി. ഇതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് പറയുന്നത്. ആ സമയത്ത് ജെ ഈസ് ഈക്വൽ ടു എന്താണ് 1, കെ ഈസ് ഈക്വൽ ടു 1. അത് ഞാൻ വേവ് ഫോം ആയിട്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ജെ ഈസ് ഈക്വൽ ടു 1, ഓക്കെ, കെ ഈസ് ഈക്വൽ ടു 1. ഒരു ഗ്രൗണ്ടിങ് പോയിന്റ് ഉണ്ട്, അവിടുന്ന് 1 കാണിച്ചേക്കുന്നു, ഇവിടെ താഴെ 1 കാണിച്ചേക്കുന്നു. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊപ്പഗേഷൻ ഡിലേ ടോട്ടൽ ടൈം പീരീഡ് 2 മില്ലി സെക്കൻഡ് ആണല്ലേ. അപ്പം ഞാനിതിനെ കാണിക്കുകയാണ്, ടോട്ടൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇത് എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്, ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആകുമ്പോൾ ഉടനെ എന്താ പ്രത്യേകത, പോസിറ്റീവ് ലെവലിനെ മൊത്തം അത് കൺസിഡർ ചെയ്യും. പോസിറ്റീവ് ആയിരിക്കുന്ന ഫുൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യും. അതായത് ഈ ഒരു ഫുൾ മൊമെൻറ്റ് കൺസിഡർ ചെയ്യും. പോസിറ്റീവ് ആയിരിക്കുന്ന ഈ മൊമെൻറ്റ് തൊട്ട് ഈ മൊമെൻറ്റ് വരെയുള്ള ഫുൾ കൺസിഡർ ചെയ്യും. അതാണ് ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ നടക്കാൻ പോകുന്നത് 1 മില്ലി സെക്കൻഡിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടല്ലേ. അപ്പം ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതിന് മുമ്പ് ഇവിടെ ക്ലോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ മൊമെൻറ്റിൽ ക്ലോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, ഈസ് ഈക്വൽ ടു 0 ആണ്. ക്ലോക്ക് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട് Q0. അപ്പോൾ നേരത്തെ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യും അല്ലേ. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഉടനെ എന്താ പഴയത് കണ്ടിന്യൂ ചെയ്തു. നേരത്തെ 0 ആയിരുന്നു എന്ന് വിചാരിക്കുക, അത് കണ്ടിന്യൂ ചെയ്ത് ഇവിടം വരെ വന്നു. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടല്ലേ, ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. അതായത് ഈ ക്ലോക്കിൻ്റെ എഫക്റ്റ് ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ 1 മില്ലി സെക്കൻഡും കൂടെ കഴിയണം. അപ്പോൾ എപ്പോഴായിരിക്കും ഇത് മനസ്സിലാകാൻ പോകുന്നത്, ഈ Q0 എവിടം വരെ കണ്ടിന്യൂ ചെയ്യും, 1 മില്ലി സെക്കൻഡും കൂടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു വേവിൻ്റെ പകുതി ഈ ക്ലോക്കിൻ്റെ ഏകദേശം പകുതിയായിട്ട് വരും. അപ്പോൾ ഇത് 1 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ 1 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ എഫക്റ്റ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്, വീണ്ടും Q0 ഇവിടം വരെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഈ മൊമെൻ്റ് ആയപ്പോഴത്തേക്ക് ഉടനെ അത് ആക്ച്വലി ഏത് മൊമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ ഇനീഷ്യൽ മൊമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു മൊമെൻ്റ് എത്തിയപ്പോൾ അത് ഏത് മൊമെൻറ്റിനാണ് റെപ്രസെൻ്റ് ചെയ്തത്, ആ ഒരു ഇനീഷ്യൽ മൊമെൻറ്റിനാണ് റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ക്ലോക്ക് ഹൈ ആയി. ഓക്കെ, അതായത് ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടിൻ്റെ എഫക്റ്റ് എപ്പോഴാണ് ഔട്ട്പുട്ട് വന്നത്, ഈ ഒരു മൊമെൻറ്റിൻ്റെ എഫക്റ്റ് എവിടെയാണ് വന്നത്, 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞാണ് വന്നതെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി, ക്ലോക്ക് ഹൈ ആയി. ക്ലോക്ക് ഹൈ ആയപ്പോൾ എന്തിനെ നോക്കി, ഇൻപുട്ടുകളെ ചെക്ക് ചെയ്തു. ഇൻപുട്ട് എന്താണ്, ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളിൽ പറയുന്നത്, ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് Q ഈസ് ഈക്വൽ ടു Q0 ബാർ, പഴയതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ പഴയത് എന്താണ്, ഇപ്പം Q ഈസ് ഈക്വൽ ടു എന്താണ്, 0-ലാണ് നിൽക്കുന്നത്. അപ്പോൾ നേരെ അത് എങ്ങോട്ട് പോകും, Q ഈസ് ഈക്വൽ ടു 1-ലേക്ക് പോകും. ഓക്കെ, അത് എവിടം വരെ കണ്ടിന്യൂ ചെയ്തു, ഒരു 1 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എവിടം വരെ കണ്ടിന്യൂ ചെയ്തു, ഒരു 1 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എത്തി, 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, ഈ 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പം അത് എവിടെയാണ് ഇപ്പം എത്തിയിരിക്കുന്നത്, ക്ലോക്ക് എവിടെയാണ് എത്തിയിരിക്കുന്നത്, ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും എന്താണ്, ക്ലോക്ക് ഹൈ ആണ്, ജെ ഈസ് ഈക്വൽ ടു 1, കെ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, Q0 ബാർ ഇപ്പോഴത്തെ കോംപ്ലിമെൻറ്റിലേക്ക് പോകും. ഇപ്പോഴത്തെ കോംപ്ലിമെൻറ്റ് എന്താണ്, 0, അതായത് 0-ലേക്ക് പോകും. ഓക്കെ, അത് എവിടം വരെ കണ്ടിന്യൂ ചെയ്യും, ഒരു 1 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യും, 1 മില്ലി സെക്കൻഡ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മില്ലി സെക്കൻഡിൻ്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുന്ന ഏത് പോയിന്റിനാണ്, ഈ പോയിന്റിനാണ്.
അപ്പോൾ എന്തോ പറ്റി, ക്ലോക്ക് എന്തായി മാറി, 0 ആയിട്ട് മാറി. ക്ലോക്ക് 0 ആണെങ്കിൽ എന്ത് ചെയ്യും, പഴയത് കണ്ടിന്യൂ ചെയ്യും. ദാറ്റ് മീൻസ് പഴയത് എന്താണ് ഇവിടെ 0, അപ്പോൾ 0 എന്നുള്ളത് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊമെന്റിലെത്തിയപ്പോൾ ക്ലോക്ക് ഹൈ ആയി. പക്ഷെ അത് മനസ്സിലാക്കുവോ, ഇല്ല. എത്ര നേരം കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, ഒരു 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് എവിടെ നോക്കി, ഈ ക്ലോക്ക് ഇപ്പോൾ ഹൈ ആയി. ക്ലോക്ക് ഹൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ എന്ത് പറ്റി, Q0 ബാർ, J=1 K=1 ആണ്. അപ്പോൾ Q0 ബാറിലേക്ക് പോയി. അപ്പോൾ ഓക്കെ ഹൈ ആയി. ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും. ആക്ച്വലി നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോക്ക് കഴിയുമ്പോൾ ഉടനെ, അതായത് ഈ ഒരു ക്ലോക്ക് കഴിയുമ്പോൾ ഉടനെ എന്താ സംഭവിക്കേണ്ടത്, ഈ ഒരു ക്ലോക്ക് കഴിയുമ്പോൾ ഉടനെ Q നേരത്തെ 0 ആയിരുന്നു, അത് Q എന്തായി മാറണമായിരുന്നു, 1 ആയി മാറണമായിരുന്നു. പക്ഷെ എന്തു പറ്റി, ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത് ടോഗിൾ ചെയ്തിട്ട് അത് വീണ്ടും എന്തായി മാറി, 0 ആയി പോയി. ശരിക്കും അതല്ല നമുക്ക് വേണ്ടത്. നിങ്ങൾ പ്രൊപ്പഗേഷൻ ഡിലേനെ വിട്ട് കളയുക. പ്രൊപ്പഗേഷൻ ഡിലേനെ പറ്റി ഇപ്പോൾ ഒന്നും ഓർക്കണ്ട. ഇതൊന്നും ഓർക്കാതിരുന്നിട്ട് നിങ്ങൾ പറയാണ് ഒരു ക്ലോക്ക് പൾസ് ഉണ്ട്, J=1 K=1 ആണ്, J=1 K=1 ആണ്. Q0 എന്ന് പറയുന്നത് നേരത്തെ 0 ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ പ്രൊപ്പഗേഷനിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ 1 ആയിട്ട് മാറണം. ശരിയല്ല പറയുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റിൽ എത്തുമ്പോൾ 1 ആവണം, അല്ലെങ്കിൽ പ്രൊപ്പഗേഷനിൽ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് എത്തുമ്പോഴെങ്കിലും 1 ആവണം. മനസ്സിലായി പറഞ്ഞേ? അതാവുന്നുണ്ടോ? ഇല്ല. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ അവിടെ എന്ത് എറർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. ഇതിന് പറയുന്ന പേരാണെന്ത്, റേസ് അറൗണ്ട് കണ്ടീഷൻ. മനസ്സിലായി പറഞ്ഞത്? അതായത് ഔട്ട്പുട്ട് ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ തന്നെ അത് ടോഗിൾ ചെയ്യപ്പെട്ടു. ഓക്കെ, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ കൺസിഡർ ചെയ്തത് ഈ ഒരു മൊമെന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുന്ന ഏതിനെയാണ്, ക്ലോക്ക് ഈ ഒരു മൊമെന്റ്. അപ്പോൾ ക്ലോക്ക് ഹൈ ആണ്. ക്ലോക്ക് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിന്റെ ടോഗിൾ, അതായത് 0യിൽ നിന്ന് അത് 1 ആയിട്ട് മാറി. ഓക്കെ, 0യിൽ നിന്ന് 1 ആയി. തിരിച്ച് വീണ്ടും ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തപ്പോഴത്തേക്കൊണ്ട് അത് ഏത് പോയിന്റിലാണ്, വീണ്ടും ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പോൾ ക്ലോക്ക് വീണ്ടും ഹൈ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യും, J=1 K=1 ആൻഡ് Q0 ബാർ ഇങ്ങനെ തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോഴത്തേക്കുടനെ അത് എന്തായി മാറി, ക്ലോക്ക് 0 ആയിപ്പോയി. ക്ലോക്ക് 0 ആണെങ്കിൽ മീനിങ് എന്താ, പഴയത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ പഴയത് എന്താണ്, 0. ആ 0 എന്നുള്ളത് ഇവിടം വരെ കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, മനസ്സിലായ പറഞ്ഞ ഇതാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ. അതായത് ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ തന്നെ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിങ്ങനെ ഈ ഒരു പ്രശ്നം ഒഴിവാക്കപ്പെടുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ശരിക്കും ഈ ഒരു പ്രശ്നം അല്ലാതായി മാറുന്ന എപ്പോഴാണ്, നമുക്ക് പ്രൊപ്പഗേഷനിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടണമായിരുന്നു, 1 കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ 1 കിട്ടിയില്ല. ഓക്കെ, അവിടെയാണ് പ്രശ്നം വന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. അതായത് സെക്കൻഡ് കേസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ സെക്കൻഡ് കേസ് എന്തായിരുന്നു? നമ്മുടെ സെക്കൻഡ് കേസ് എന്തായിരുന്നു? ഡെൽറ്റ ടി എന്ന് പറയുന്നത് എല്ലാ കേസിലും എന്ത് തന്നെയാണ്, ഡെൽറ്റ ടി =1 മില്ലി സെക്കൻഡ്. പ്രൊപ്പഗേഷനിലെ 1 മില്ലി സെക്കൻഡ്. ഓക്കെ, പക്ഷേ ടി ഓൺ =3 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ടി ഓൺ എന്താണ്, 3 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എങ്ങനെയാണ് വരയ്ക്കാൻ പോകുന്നത്? ഞാൻ ക്ലോക്ക് വരച്ചു. വരച്ചു. രണ്ട് ക്ലോക്ക് പൾസേ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് ക്ലോക്ക് ആൻഡ് J=1 K=1 ആണ്. അത് 1 ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. J=1 ആൻഡ് K=1 എന്നുള്ളത് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഹൗ മച്ച് ഈസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ? 1 മില്ലി സെക്കൻഡ്. ടി ഓൺ എത്രയാണ്? 3 മില്ലി സെക്കൻഡ്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്, 3 മില്ലി സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, പ്രൊപ്പഗേഷൻ ഡിലേ 1 മില്ലി സെക്കൻഡ്. അപ്പോൾ നമ്മുടെ Q0 എന്നുള്ളത് ഏത് പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്തു? ഈ ഒരു പോയിന്റ് വരെ Q0 എന്നുള്ളത് 0 ആണെന്ന് വിചാരിക്കുക. Q0 എന്നുള്ളത് 0 ആണെന്ന് വിചാരിക്കുക. പക്ഷേ 0 എന്നുള്ളത് അറിയാൻ പറ്റുമോ? ഇല്ല. 1 മില്ലി സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 1 മില്ലി സെക്കൻഡ് എന്നുള്ളത് ഈ ഒരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇത് അടുത്ത 1 മില്ലി സെക്കൻഡ്, 3 മില്ലി സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു 1 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ അത് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഈ ഒരു പോയിന്റ് വരെ അത് കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്ത് മനസ്സിലായി? ക്ലോക്ക് ഹൈ ആയി എന്ന് മനസ്സിലായി. ക്ലോക്ക് ഹൈ ആയെങ്കിൽ എന്ത് പറ്റും? Q0 ബാർ ആണ്. അപ്പം അതെന്ത് ചെയ്തു? കോംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു പോയിന്റിലെത്തിയപ്പം അത് ആരെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഈ ഒരു മൊമെൻറ്റിനെയാണ് കൺസിഡർ. അപ്പോഴും ക്ലോക്ക് ഹൈ ആണ്. ക്ലോക്ക് ഹൈ ആണെങ്കിൽ എന്താണ്? Q0 ബാർ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? കോംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, 1 മില്ലി സെക്കൻഡും കൂടെ കണ്ടിന്യൂ ചെയ്തു പ്രൊപ്പഗേഷൻ ചെയ്ത്.
അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലെത്തി. ഈ ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആരാണ്? ഈ ഒരു മൊമെൻറ്റ് 1 മില്ലി സെക്കൻഡ് മുമ്പുള്ള പോയിന്റ്. അപ്പോഴും ക്ലോക്ക് ഹൈ ആണ്. അപ്പോൾ എന്ത് ചെയ്തു? Q0 ബാർ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ക്ലോക്ക് ഹൈ ആയി, ഔട്ട്പുട്ട് ഹൈ ആയി മാറി, ടോഗിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊമെൻറ്റിലെത്തിയപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആരെയാണെന്ന് ഈ ഒരു പോയിന്റിനെ. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റിലെത്തി. അപ്പോൾ ക്ലോക്ക് എന്തായി മാറി? 0 ആയിട്ട് മാറി. ശരിയല്ലേ? ക്ലോക്ക് 0 ആയി. അപ്പോൾ പഴയത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എവിടെ വരെ കണ്ടിന്യൂ ചെയ്തു? ഈ ഒരു പോയിന്റ് വരെ കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ക്ലോക്ക് ഹൈ ആയോ? ഇല്ല. ഈ ഒരു പോയിന്റും കൂടെ കഴിഞ്ഞാലേ ക്ലോക്ക് ഹൈ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിലെത്തി. നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? ഇപ്പം 1 എന്ന് കിട്ടി. അതെന്തായി മാറി? 0 ആയിട്ട്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ആക്ച്വലി ഇപ്പം നമ്മുടെ പ്രശ്നമില്ലാതെ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് ഇതാണെന്നുണ്ടെങ്കിൽ J = 1, K = 1 ആണെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആദ്യം 0 ആയിരുന്നു. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ എന്തായിരിക്കണം? ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ 1 ആവണം. ദെൻ ഇവിടെ എത്തുമ്പോൾ 0 ആവണം. പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഇച്ചിരി വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഇതായി. അതായത് ഈ പോയിന്റിലെത്തിയപ്പോൾ 1 എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ എത്തി. അത് കറക്റ്റ് ആയില്ലേ? ശരിയല്ലേ? ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ 1 എന്നുള്ള ലക്ഷ്യം ഇടയ്ക്ക് ടോഗിൾ ചെയ്തു. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ എന്താണ് ഈ രണ്ട് കേസസ് തമ്മിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഒരു കേസ് എത്തിയപ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതായത് എപ്പോഴും ഓർത്തോണം, when the on time is even multiple ആണെന്നുണ്ടെങ്കിൽ എന്താണ്? റേസ് അറൗണ്ട് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ ആണെന്നുണ്ടെങ്കിൽ there exists റേസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പോൾ റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മാർഗം എന്താണ്? റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാനായിട്ട് നമ്മുടെ മാർഗം എന്താണ്? Ton is odd multiple of ഡെൽറ്റ ടി ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ടോഗിൾ ചെയ്യുന്നുണ്ട് ഔട്ട്പുട്ട്. ഒരു ക്ലോക്ക് സൈക്കിളിനുള്ളിൽ കിടന്ന് ടോഗിൾ ചെയ്യുന്നുണ്ട്. അതായത് 0 നിന്ന് 1ലേക്ക് 1 നിന്ന് 0ലേക്കൊക്കെ ടോഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതായത് ഈ ഒരു ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ ഉടനെ എന്തായിരിക്കും നമുക്ക് വരേണ്ടത്? 0 ആയിരുന്ന സാധനം ഇവിടെ എത്തുമ്പോൾ 1 ആവണം. 1 ആയി. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ അവിടെ നേടാൻ പറ്റി. പക്ഷേ എന്ത് നമുക്ക് പോയി? അവിടെ ഔട്ട്പുട്ട് ഇങ്ങനെ ടോഗിൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു ക്ലോക്ക് പൾസിനുള്ളിൽ തന്നെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. 0 നിന്ന് 1ലേക്ക് 1 നിന്ന് 0ലേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? വ്യത്യാസം വരാനായിട്ട് ചാൻസ് ഉണ്ട്. വ്യത്യാസം വന്നു ഇവിടെ തന്നെ. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ 2 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. അതായത് ടു എലിമിനേറ്റ് റേസ് അറൗണ്ട് കണ്ടീഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു മാർഗം എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ഡിലേനെ അല്ല നമുക്ക് പറയേണ്ടത്, ഓൺ ടൈം Ton എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പ്രൊപ്പഗേഷൻ ഡിലേ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഔട്ട്പുട്ട് കറക്റ്റ് റേസ് അറൗണ്ട് കണ്ടീഷൻ നടക്കുന്നുണ്ട്. മീൻസ് അവിടെ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്രശ്നമൊക്കെ ഉദിച്ചതിൻ്റെ കാര്യം എന്താണ്? നമ്മൾ യൂസ് ചെയ്ത് ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ഇതെന്ന് പറയുന്നത്, യു ക്യാൻ യൂസ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു അവോയ്ഡ് ദിസ് റേസ് അറൗണ്ട് കണ്ടീഷൻ. മറ്റൊരു ഇതെന്ന് പറയുന്നത്, യു ക്യാൻ യൂസ് എ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്? ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റേസ് അറൗണ്ട് കണ്ടീഷനെ, അതായത് J = 1, K = 1, ആ ഒരു കേസിൽ ഔട്ട്പുട്ട് ഒരു ക്ലോക്ക് പൾസിനുള്ളിൽ തന്നെ ടോഗിൾ ചെയ്യപ്പെടുന്നു ലെവൽ ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ. ഓക്കെ, അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ വി ആർ മൂവിങ് ഓൺ ടു ദ സ്റ്റഡി ഓഫ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മാസ്റ്റർ സ്ലേവ്
JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. എന്താണ് ഈ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്? എന്താണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്? അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ്. 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് അവിടെ ഉണ്ട്. അതായത് ഒന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇറ്റ് ഈസ് ദ മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതാണ് ഒരു മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. JK Q bar and the master flip flop is having a positive edge triggered clock. എന്താണ്? ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്ക് ആയിരിക്കും മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ളത്. ഓക്കെ, ആൻഡ് ദർ ഇസ് എ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വിളിക്കാം. ദെൻ എ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ആ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസിങ് എ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ടിനെ ജെയിലേക്ക് കൊടുക്കുന്നു, ക്യൂ ബാർ എടുത്ത് ഇതിലേക്ക് കൊടുക്കുന്നു, ആൻഡ് സെയിം ക്ലോക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ക്ലോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ക്ലോക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണ്? ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ്, അല്ലെങ്കിൽ മാസ്റ്റർ ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആൻഡ് സ്ലേവ് ഈസ് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ്. അപ്പോൾ ഇതാണ് പ്രത്യേകത. അതായത് മാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതേപോലെ തന്നെ സ്ലേവ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ക്ലോക്ക് പൾസ് ഉണ്ടെങ്കിൽ, ഇത് നമ്മുടെ ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത്, ആ ക്ലോക്ക് പൾസിൻ്റെ എന്താണ്? പോസിറ്റീവിലായിരിക്കും മാസ്റ്റർ ട്രിഗർ ചെയ്യപ്പെടുന്നത്, നെഗറ്റീവിലായിരിക്കും സ്ലേവ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു J=1 K=1 ആ ഒരു കണ്ടീഷൻ എങ്ങനെ ഇത് ഓവർകം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ കേസസും നമുക്ക് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ഒന്നാമത്തെ കേസ് ഞാനിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് കേസിൽ J=0 K=0 ആണെന്ന് വിചാരിച്ചു. ആ സമയത്ത് Q0=0 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്? എന്താണ്? 0, ഇവിടെയും 0. Q0=0. Q0=0 ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി Q? Q= എന്താണ്? Q0 itself. J=0 K=0 Q=Q0 ആണ് എന്ന് വെച്ചാൽ മീനിങ് എന്താ? 0 itself. അപ്പോൾ ഇവിടെ 0 വരും. Q ബാർ അന്നേരം എന്ത് വരും? 1 വരും അല്ലേ? അപ്പം ഇവിടെ J= എന്ത് വന്നു? 0 വന്നു. ഇവിടെ K=1 വന്നു. വാട്ട് ഈസ് ദി ഔട്ട്പുട്ട്? എന്താണ് ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? ഔട്ട്പുട്ട് സീറോ ഇറ്റ് സെൽഫ് അല്ലേ? നമ്മുടെ J=K=Q 0 0 Q0 0 1 0 1 0 1 1 1 Q0 ബാർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? Q= ഇവിടെ 0 കിട്ടി, ഇവിടെ 1 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിനെ QM എന്ന് ഞാൻ വിളിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ Q സ്ലേവ്, അപ്പോൾ Q സ്ലേവ് എന്നുള്ളത് Q സ്ലേവേഴ്സ്, അതാണ് ശരിക്കുള്ള ഔട്ട്പുട്ട്. അപ്പോൾ Q=0 കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് കേസ് ഓക്കെ. ഇതിനെ മൊത്തത്തിൽ ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം എടുത്തു എന്ന് വിചാരിക്കുക. ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി ഞാൻ കാണിക്കുകയാണ്. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ് ഒറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്കി കാണിക്കുകയാണ്. ഇത് മാസ്റ്ററും സ്ലേവും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇവിടെ ഞാൻ 0 എടുത്തു, ഇവിടെ ഞാൻ 0 എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടിയത്? 0 നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. എപ്പം? Q0=0 ആകുമ്പോൾ. ശരിയല്ലേ? Q0 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? J=0 K=0 Q0=1. Q0 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, Q0 1 ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഈ ഒരു കേസിൽ ഞാൻ പഴയ കണ്ടീഷൻ ഞാൻ അങ്ങ് ഒഴിവാക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയ കണ്ടീഷൻ കൊടുക്കുകയാണ്. അതായത് J=0 K=0 പിന്നെന്താണ്? Q0=1 ആണ്. Q0 1 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? QM എന്ന് പറയുന്നത് എന്തായി മാറും? QM മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QM എന്തുവാകും? Q0 തന്നെ =1 ഉള്ളി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ ഇവിടെ 0 എന്ന് കിട്ടി. അപ്പോൾ J=1 K=0 ഏതാണ്? 1 0 എന്നുള്ള കേസ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 കിട്ടി. ഇവിടെ 0 എന്നുള്ളത് കിട്ടി.
ഓക്കെ, അപ്പോൾ 1 0 എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു 1 കിട്ടി. അതായത് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നിങ്ങൾ ഒരൊറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ 0 0 കൊടുത്തു, Q0 ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഔട്ട്പുട്ട് എന്താ കിട്ടുക? Q0 തന്നെ കിട്ടണം. ദാറ്റ് ഈസ് 1 നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. ശരിയല്ലേ? 1 നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടി. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് J ഈസ് ഈക്വൽ ടു 0, K ഈസ് ഈക്വൽ ടു 1. അതിനെ Q0 ഒന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ J ഈസ് ഈക്വൽ ടു 0, K ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. J ഈസ് ഈക്വൽ ടു 0, അപ്പം J ഈസ് ഈക്വൽ ടു 0, K ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഞാൻ പഴയത് ഞാനങ്ങ് മാറ്റുവാണ്. ഓക്കെ, J ഈസ് ഈക്വൽ ടു 0, K ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? Q ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? J ഈസ് ഈക്വൽ ടു 1, 0, K ഈസ് ഈക്വൽ ടു 1. ഔട്ട്പുട്ട് 0. അപ്പോൾ ഇത് 0 വരുന്നു, ഇവിടെ 1 വരുന്നു. ഈ 0 ഇവിടെ വരുന്നു, ഇവിടെ 1 വരുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത്? 0 1. ശരിയല്ലേ? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മൊത്തത്തിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 0 1 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 0 എന്നുള്ളത് കിട്ടി. ശരിയല്ലേ? നമുക്ക് വേണ്ടത് ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. 0 കൊടുത്തു. ദെൻ 1 0 കൊടുത്തു. 1 0 കൊടുക്കുമ്പോൾ ഞാനിതങ്ങ് മാറ്റി, പഴയ കണ്ടീഷൻ ഞാൻ ഒഴിവാക്കി. ഓക്കെ, 1 0 കൊടുക്കുവാണ്. അതായത് നിങ്ങൾ 1 0 കൊടുത്തു. 1 0 കൊടുക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? 1. അപ്പോൾ Q ബാർ 0. ആ 1 ഇവിടെ വന്നു, ഇവിടെ 0 വന്നു. അപ്പോൾ 1 0 എന്താണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്? 1 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മൊത്തത്തിൽ നിങ്ങൾ 1 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു. ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ആ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. ദെൻ വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് കേസ്. ഓക്കെ, ലാസ്റ്റ് കേസിലേക്ക് നിങ്ങൾ പോവുകയാണ്. എന്താണ് ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത്? അതായത് 1-1 കണ്ടീഷൻ ആകുമ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു കണ്ടീഷനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. അതായത് ഈ പോസിറ്റീവ് മാസ്റ്റർ മാത്രമേ എവിടെ വർക്ക് ചെയ്യത്തുള്ളൂ? ഈ ഒരു പോസിറ്റീവ് എഡ്ജിൽ വർക്ക് ചെയ്യത്തുള്ളൂ. നെഗറ്റീവ് എഡ്ജിലാണ് ആര് ട്രിഗർ ചെയ്യപ്പെടുന്നത്? സ്ലേവ് ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് കേസിൽ ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 1 0 എന്ന് കൊടുത്തു. 1 0 എന്നുള്ളത് കൊടുത്തു. അപ്പോൾ പോസിറ്റീവ് എഡ്ജിൽ എന്ത് പറ്റും? ഇതിൻ്റെ ഔട്ട്പുട്ട് 1 0 എന്നുള്ളതാവും. ഓക്കെ, നെഗറ്റീവ് എഡ്ജിലാണ് എന്ത് ചെയ്യുന്നത്? ഈ 1 0 എന്നുള്ളത് ഇവിടെ വന്നിട്ട് ഔട്ട്പുട്ട് എന്തായി മാറുന്നത്? 1 0 എന്നുള്ളത് മാറുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് എവിടെ വരുന്നത്? ഈ നെഗറ്റീവ് എഡ്ജ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 1 എന്നുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിലെ നമ്മുടെ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വരാൻ കാരണം എന്താണ്? J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 1 കേസിൽ. ഓക്കെ, അപ്പോൾ ഞാനിത് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കുകയാണ്. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഞാൻ മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്നുകൂടെ ഞാൻ വരച്ചു. അപ്പോൾ ഇതിൽ ഓരോ കേസസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസ്, അതായത് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് J ഈസ് ഈക്വൽ ടു 1, K ഈസ് 1 എന്നുള്ള കേസിൽ അവിടെ Q0 ഈസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നോക്കുക. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എന്താ പറ്റുന്നത്? പോസിറ്റീവ് എഡ്ജ് ആണല്ലോ ആദ്യം വരുന്നത്. ആദ്യം ക്ലോക്ക് പൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോസിറ്റീവ് എഡ്ജ്. അപ്പോൾ പോസിറ്റീവ് എഡ്ജ്, മറ്റ് പോസിറ്റീവ് എഡ്ജ്. പോസിറ്റീവ് എഡ്ജിൽ എന്താ സംഭവിച്ചത്? J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 1, Q0 ഈസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പം Q0 0 ആണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് മാസ്റ്റർ? മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ്റ്റർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? Q ഈസ് ഈക്വൽ ടു എന്തായി മാറും? Q0 ബാർ ആകും ഇല്ലേ? അതായത് 1 ആകും. Q ബാർ ഈസ് ഈക്വൽ ടു എന്താകും? 0. അതായത് 1 1 ആയതുകൊണ്ട് Q0 0 ആയതുകൊണ്ട് എന്ത് പറ്റും? ഇവിടെ 1 വരും, ഇവിടെ അന്നേരം എന്ത് വരും? 0 വരും. അന്നേരം തന്നെ സ്ലേവ് ട്രിഗർ ചെയ്യപ്പെടുമോ? ഇല്ല. സ്ലേവ് ഇനി എവിടം വരെ വെയിറ്റ് ചെയ്യും? ഈ ഒരു നെഗറ്റീവ് എഡ്ജ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും. ഇപ്പം നെഗറ്റീവ് എഡ്ജ് കിട്ടിയപ്പോഴത്തേക്ക് ഉടനെ എന്ത് പറ്റും? ഇപ്പം നെഗറ്റീവ് എഡ്ജ് ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? സ്ലേവിൻ്റെ സ്ലേവ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്ത് പറ്റി? സ്ലേവ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ലേവിൻ്റെ ഇൻപുട്ട് എന്തായി മാറി? J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 0. J 1, K 0. ഔട്ട്പുട്ട് എന്താണ്? Q ഈസ് ഈക്വൽ ടു 1, Q ബാർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കിക്കേ. തുടക്കത്തിൽ എന്താണ്? Q0 ഈസ് ഈക്വൽ ടു 0 അല്ലേ? തുടക്കത്തിൽ എന്താണ്? Q0 ഈസ് ഈക്വൽ ടു 0, J ഈസ് ഈക്വൽ ടു 1, K ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ നിങ്ങൾ ഔട്ട്പുട്ട് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്? 1 ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. ശരി കിട്ടിയില്ലേ? ടോട്ടൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? 1. അതായത് ഫൈനൽ ഔട്ട്പുട്ട് എന്ത് കിട്ടി? നിങ്ങൾക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് ഔട്ട്പുട്ട് എന്ത് ചെയ്തു? ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടോട്ടൽ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഔട്ട്പുട്ട് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് 0 ആയിരുന്നു. ആദ്യം അവിടെ 0 ആയിരുന്നു. ഈ നെഗറ്റീവ് എഡ്ജും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി? 1 ആയിട്ട് മാറി. ഓക്കെ,
ദെൻ സെക്കൻഡ് കേസ്, രണ്ടാമത്തെ കേസ്. എന്താണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്? J is equal to 1, K is equal to 1, Q0 is equal to 1. അപ്പോൾ പോസിറ്റീവ് എഡ്ജിൽ എന്താണ് സംഭവിക്കുന്നത്? പോസിറ്റീവ് എഡ്ജ്, അതായത് J is equal to 1, K is equal to 1, Q0 is equal to എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായി മാറും? ഈ 1 എന്നുള്ളതും ഇത് മാറിയിട്ട് എന്തായി മാറും? അവിടെ 0 ആയി മാറി, ടോഗിൾ ചെയ്തു. അപ്പോൾ 0, 1 എന്ന് കിട്ടിയില്ല. ഓക്കെ, അപ്പം തന്നെ സ്ലേവിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായി മാറി? മാസ്റ്റർ ഔട്ട്പുട്ട് എന്തായി മാറി? Q is equal to 0 എന്നും Q bar is equal to 1 ആയി മാറി. ഇനി നമ്മൾ നെഗറ്റീവ് എഡ്ജ് വരെ വെയിറ്റ് ചെയ്യണം. നെഗറ്റീവ് എഡ്ജിൽ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് എഡ്ജ് നോക്കുമ്പോൾ ഉടനെ എന്താ അവിടുത്തെ J is equal to Q ആണ്. അപ്പോൾ J is equal to 0, K is equal to Q bar ആണ്, ദാറ്റ് ഈസ് 1. അപ്പോൾ സ്ലേവിൻ്റെ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? 0, 1 ആണ്. അപ്പം 0, 1 ആണെങ്കിൽ Q is equal to 0, Q bar is equal to 1. അപ്പം ടോട്ടലായിട്ട് നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? Q0 1 ആകുമ്പോൾ J is equal to 1, K is equal to 1 ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അതായത് നിങ്ങളുടെ ആദ്യം എന്തായിരുന്നു? 1 ആയിരുന്നു. Q0 is equal to 1 ആയിരുന്നു, അതായത് 1-ലായിരുന്നു ഇരുന്നത്. ഓക്കെ, നെഗറ്റീവ് എഡ്ജ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെന്തായി മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ എന്താ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഒരിക്കൽ പോലും ഈ ഒരു സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ എപ്പോഴെങ്കിലും 1-1 എന്നൊരു കണ്ടീഷൻ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, 1-1 കണ്ടീഷൻ ഒരിക്കലും വരത്തില്ല. കാരണം സ്ലേവ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ക്യൂയിലേക്കും ക്യൂ ബാറിലേക്കുമാണ്. ദാറ്റ് മീൻസ് ആ റേസ് അറൗണ്ട് കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതിലെ സ്ലേവിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് മനസ്സിലാകുന്നത്. കാരണം സ്ലേവിൽ എന്ത് വരുന്നില്ല? ഈ 1-1 എന്നൊരു കണ്ടീഷൻ വരത്തേ ഇല്ല. ക്യൂവും ക്യൂ ബാറും ആണ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ ഒരു മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസം വരുന്നില്ല. അത് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കേസസ് നമ്മൾ പറഞ്ഞത്. അതായത് നിങ്ങൾ 0-0 കൊടുത്താലും എന്താ കിട്ടുന്നത്? Q0 എന്നുള്ള ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. അതായത് Q0 0 ആണെങ്കിൽ 0 എന്നും കിട്ടി, Q0 1 ആണെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 എന്നുള്ളതും കിട്ടി. നിങ്ങൾ 0-1 കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 0 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. നിങ്ങൾ 1-0 കൊടുക്കുവാണെങ്കിൽ 1 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? 1-1 കൊടുക്കുവാണെങ്കിൽ Q0 ബാർ ആണ് കിട്ടേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ത് കിട്ടി? Q0 ബാർ എന്നുള്ള ഔട്ട്പുട്ടും കിട്ടി. അതായത് ടോട്ടൽ നിങ്ങൾ ഇതിനെ ഒരു സിംഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് എടുക്കുവാണെങ്കിലും നോ പ്രോബ്ലം. മനസ്സിലായോ? ഔട്ട്പുട്ട് എന്നുള്ളത് കൃത്യമായിട്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കിട്ടുന്നത്. സോ താങ്ക് യു ഓൾ. Then we will discuss about the application of flip-flops in the next classes. So thank you all.